വാൽപ്പാറ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മൾ ആരും മുക്തരായിട്ടില്ല. അധ്യാപകർ ഉൾപ്പെടെയുള്ളവർക്കാണ് ജീവൻ നഷ്ടമായത്. ഏതായാലും ഈ പാറമ്മൽ GLP സ്കൂളിൽ വേഗത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെടുകയാണ്. കാരണം അവരെല്ലാം ആ ഞെട്ടലിൽ തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പുതിയ അധ്യയന വർഷത്തിലെത്തുമ്പോൾ അത് ഈ ട്രോമയിൽ നിന്നൊക്കെ കരകയറേണ്ടതുണ്ട്. ഈ നിയമനം വൈകിയാൽ കുട്ടികൾ എത്തുന്നത് ഉൾപ്പെടെ കുറയുമെന്ന ആശങ്കയുണ്ട്. അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തേണ്ടതുണ്ട്. അജിത ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആവശ്യമായ കളിസ്ഥലം അനുവദിക്കുന്നതിൽ ഇടപെടണമെന്നും അവർ ആവശ്യം ഉന്നയിക്കുന്നു. കുട്ടികൾക്കുള്ള കൗൺസിലിംഗ് ഉടൻ ആരംഭിക്കണമെന്ന് കൂടി രക്ഷിതാക്കൾ റിപ്പോർട്ടിനോട് പറഞ്ഞു. അപ്പോൾ ഈ നമ്മളിന്ന് വേർപെട്ടു പോയ ഈ അധ്യാപകരോടൊരു തീരാ നഷ്ടമാണ് ഞങ്ങൾക്ക്. ആ ഒരു പ്രയാസം ഞങ്ങൾക്കൂടെ അനുഭവപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ വേണം. ഇവർക്ക് വേണ്ടുന്ന സംഗതികളൊക്കെ ചെയ്തു തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ സമയത്ത്. സ്കൂളിൽ കുട്ടിയെ കളിക്കാൻ വേണ്ടിയ സ്ഥലമില്ല. ആ ഗ്രൗണ്ട് സർക്കാരിന് വിടപ്പെട്ട് ഇവിടെ തൊട്ടടുത്ത് സ്ഥലം സ്വകാര്യ വ്യക്തിയിട്ട് നമുക്ക് കിട്ടുമല്ലോ അറിയാൻ വയ്യ. നമ്മൾ ഇടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലം നമുക്ക് വിളിച്ച കുട്ടിയെ കളിക്കാൻ സ്ഥലം കിട്ടിയാൽ അത് അവരെ മാനസികമായിട്ട് ഉത്സാഹിപ്പിക്കാനാവും. ഇവിടുത്തെ പ്രിൻസിപ്പൾ കഴിയുന്ന പരമാവധി ശ്രമിച്ചു നോക്കിയാണ് ഇപ്പോൾ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ആ ഗ്രൗണ്ട് ഇല്ലാത്ത ടീച്ചർ എപ്പോഴും ഇവിടെ ഒരു മീറ്റിംഗ് മാസം മീറ്റിംഗ് നടത്തുന്ന സമയത്തും ടീച്ചർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്ന കാര്യം അതെ, കുട്ടികൾക്ക് ഗ്രൗണ്ട് കിട്ടാത്ത അത് കിട്ടിയിട്ടുമില്ല. ടീച്ചർ അങ്ങനത്തെ പോയും ചെയ്തു. ഭയങ്കര സങ്കടമായത്. SS ശരത്ത് നൽകും വിശദാംശങ്ങൾ. ശരത്ത്, അവരുടെ വാക്കുകളിലുണ്ട് ആ വേദന. ഈ രക്ഷിതാക്കളുമായൊക്കെ വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്നവർ കൂടിയാണ് അധ്യാപകർ. അവർ മൺമറഞ്ഞിരിക്കുന്നു. പക്ഷേ ആ സ്കൂൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അവിടെ പുതിയ കുട്ടികൾ എത്തണം. ഉള്ള കുട്ടികൾക്ക് അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ നഷ്ടമായതിന്റെ വേദനയിൽ നിന്ന് അവരെ മുക്തരാക്കണം. അതൊക്കെ തന്നെയാണ് രക്ഷിതാക്കളുടെ ആശങ്കയും അഭ്യർത്ഥനയും, അല്ലേ ശരത്ത്? വിനീത, അത് തന്നെയാണ് വിദ്യാർത്ഥികളുടെയും ഒപ്പം നാട്ടുകാരുടെയും പ്രധാന ആവശ്യം. നമുക്കറിയാം 5 അധ്യാപകരാണ് ഇത്തരത്തിൽ വാൽപ്പാറ അപകടത്തിൽ GLP സ്കൂളിലെ അധ്യാപകരാണ് 5 പേരാണ് മരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ മറ്റ് അധ്യാപകരുടെ നിയമനം നടത്തണമെന്ന ആവശ്യം നാട്ടുകാരും ഒപ്പം രക്ഷിതാക്കളും മുന്നോട്ട് വെക്കുന്നത്. നമുക്കറിയാം ഒരു മാസം കൂടി മാത്രമേ ഇനിയിപ്പോൾ പുതിയ അധ്യയന വർഷം തുടങ്ങാനുള്ളൂ. അതിനു മുമ്പ് തന്നെ അധ്യാപകരുടെ നിയമനം നടത്തണം. പ്രധാന അധ്യാപക ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ അപകടത്തിൽ മരിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിയമനം നടത്തിയിട്ടില്ലെങ്കിൽ ഈ സ്കൂളിൽ പുതിയ കുട്ടികളെ അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അടിയന്തരമായി താൽക്കാലികമെന്നെങ്കിൽ പോലും അധ്യാപകരുടെ നിയമനം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ രക്ഷിതാക്കളടക്കം മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പലരും ഉറക്കത്തിൽ ടീച്ചറെ എന്ന് വിളിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഈ ട്രോമയിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിട്ടില്ല. അവരുടെ കൗൺസിലിംഗ് അടക്കം പൂർത്തീകരിക്കേണ്ടതോടൊപ്പം സ്കൂളിന്റെ പ്രാഥമിക ആവശ്യങ്ങളായ കളിസ്ഥലമടക്കം ഉടൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇപ്പോൾ നാട്ടുകാരും രക്ഷിതാക്കളും മുന്നോട്ട് വെക്കുന്നത്. അതാണ് ആ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. നമ്മൾ ആ കുട്ടികളുടെ ചിലരുടെ പ്രതികരണങ്ങളൊക്കെ കേട്ടിരുന്നു. ആശ ടീച്ചർ നല്ല ടീച്ചറാണ്, മാഷ് ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയതെന്നൊക്കെ ആ കുട്ടികൾ പറയുന്നത് നമ്മൾ കേട്ടതാണ്. ഏതായാലും രക്ഷിതാക്കളുടെ ആവശ്യവും ന്യായമാണ്. അഡ്മിഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കണമെങ്കിൽ അവിടെ പുതിയ അധ്യാപകരെത്തണം. നിയമനം ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കുകയും വേണം. ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്.